ഇഗ്നുവിലെ 2022 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ ഒരു ചോദ്യം എങ്ങനെയാണ്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം സപ്ലൈ? സപ്ലൈ എന്താണ്? സപ്ലൈ റെഫേഴ്സ് ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് വിച്ച് എ സെല്ലർ ഓഫേഴ്സ് ഫോർ സെയിൽ അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത വിലയ്ക്ക് സെല്ലർ എത്രത്തോളം ക്വാണ്ടിറ്റി ഒരു നിശ്ചിത കാലഘട്ടത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറാക്കി നൽകുന്നു, മാർക്കറ്റിലേക്ക്, കമ്പോളത്തിലേക്ക് നൽകുന്നു, അതിന്റെ അളവാണ് സപ്ലൈ. അയാളുടെ കയ്യിലുള്ള മുഴുവൻ ഗോഡൌണിൽ ഇരിക്കുന്ന മുഴുവൻ സാധനങ്ങൾ അയാൾ സപ്ലൈ നൽകണമെന്നില്ല. വില കുറഞ്ഞ വിലയാണ് മാർക്കറ്റിൽ തന്റെ ഉൽപ്പന്നത്തിന് കിട്ടുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രമേ വിൽക്കാൻ താല്പര്യം ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ അയാൾ ഗോഡൌണിൽ പൂഴ്ത്തി വെക്കുക തന്നെ ചെയ്യും. സോ സപ്ലൈ ഓൾവേസ് ആസ് എ റെഫറൻസ് ടു പ്രൈസ്. അതുപോലെ തന്നെ കാര്യമായ വില കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ വിൽക്കുകയും ചെയ്യും. നല്ല ഉയർന്ന വിലയ്ക്ക് പരമാവധി ഉൽപ്പന്നങ്ങൾ ഗോഡൌണിൽ നിന്ന് എടുത്ത് മാർക്കറ്റിൽ ഇറക്കി വിൽക്കാൻ അയാൾ തയ്യാറാകും. സോ സപ്ലൈക്ക് എപ്പോഴും ഒരു പ്രൈസുമായി റിലേറ്റഡ് ആണ്. 500 രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു, 600 രൂപയ്ക്ക് എത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു. ഒരു കിലോയ്ക്ക് 500 രൂപയുള്ളപ്പോൾ വിൽക്കുന്നതിനേക്കാളും കുറവായിരിക്കും ഒരു കിലോയ്ക്ക് 300 രൂപയായിട്ട് താഴ്ന്നിരിക്കുന്ന സമയത്ത് അയാൾ കുറച്ച് മാത്രം സപ്ലൈ ചെയ്യാൻ തയ്യാറാവുള്ളൂ. കാരണം വില കുറവാ സാധനത്തിന്, എന്തിനാ ഈ നഷ്ടത്തിൽ വെക്കുന്നത് എന്നാണ് കച്ചവടക്കാരൻ ചിന്തിക്കുക. അപ്പോൾ സപ്ലൈ പഠിക്കുമ്പോൾ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും കച്ചവടക്കാരൻ്റെ കണ്ണിൽ കൂടി കാര്യങ്ങളെ കാണണം. നമ്മൾ വാങ്ങുന്ന ഉപഭോക്താവിൻ്റെ കണ്ണിൽ കൂടി ചിന്തിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സപ്ലൈ ഓൾവേസ് ഹാസ് എ റെഫറൻസ് ടു പ്രൈസ്. കച്ചവടക്കാരൻ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി ആണ് സപ്ലൈ. അത് എപ്പോഴും എത്ര രൂപ ഉയർന്ന വിലയാണ് അല്ലെങ്കിൽ എത്ര രൂപ താഴ്ന്ന വിലയാണ് മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതുമായിട്ട് കണക്ട് ചെയ്ത് റെഫർ ചെയ്ത് മാത്രമാണ് സപ്ലൈയുടെ അളവിനെ നമുക്ക് പറയാൻ സാധിക്കൂ. സപ്ലൈ മീൻസ് എ സപ്ലൈ അറ്റ് എ ഗിവൺ പ്രൈസ്. അതുപോലെ തന്നെ ഒരു നിശ്ചിത വിലയ്ക്ക് ഉള്ള സപ്ലൈ എന്നാണ് സപ്ലൈ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. അതൊരു ഡ്യൂറിങ് എ ടൈം പീരീഡ് ഓൾസോ, ഒരു ദിവസത്തെ സപ്ലൈ ആണോ, ഒരു മാസത്തെ സപ്ലൈ ആണോ, ഒരാഴ്ചത്തെ സപ്ലൈ ആണോ എന്നൊക്കെ ഒരു സമയവുമായി ബന്ധപ്പെടുത്തി മാത്രമേ സപ്ലൈ പറയാൻ സാധിക്കുള്ളൂ. കാരണം അതാണ്, ഒരു ടൈമുമായി ബന്ധപ്പെട്ട് മാത്രം പറയാൻ കഴിയുന്ന ഒരു യൂണിറ്റിനെ നമ്മൾ ഫ്ലോ എന്നാ പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സപ്ലൈ ഒരു ഫ്ലോ ആണ്. സോ ദ വേർഡ് സപ്ലൈ ഹാസ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ്? സപ്ലൈ ഓഫ് എ കോമോഡിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആസ് ഓഫേർഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ സപ്ലൈ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് ആയിട്ടാണ് പറയാൻ പറ്റുള്ളൂ. അതായത് കാരണം ഉൽപ്പന്നങ്ങൾ പ്രോഡക്ട്സ് ആർ ഓഫേർഡ് ആസ് ക്വാണ്ടിറ്റീസ്. കാരണം പ്രോഡക്റ്റുകൾ ആസ് ദ പ്രോഡക്ട്സ് ആർ ഓഫേർഡ് ഇൻ ക്വാണ്ടിറ്റീസ്. കാരണം നമ്മൾ വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് നമ്മൾ ഓഫർ ചെയ്യുക എന്ന കാരണം തന്നെ. ദ സപ്ലൈ ഓഫ് എ കോമോഡിറ്റി ഈസ് ഓൾവേസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൈസ്. അതുപോലെ തന്നെ എപ്പോഴും ഒരു വിലയുമായി ബന്ധപ്പെട്ടാണ് അറ്റ് വിച്ച് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ്. ആ ക്വാണ്ടിറ്റി നമ്മൾ 10 എണ്ണം വിറ്റു, അല്ലെങ്കിൽ 100 എണ്ണം വിറ്റു, അല്ലെങ്കിൽ 1000 എണ്ണം വിറ്റു, അല്ലെങ്കിൽ 50 ചാക്ക് വിറ്റു, അല്ലെങ്കിൽ ഇത്ര കിലോഗ്രാം വിറ്റു, എണ്ണം അല്ലെങ്കിൽ കിലോഗ്രാം അല്ലെങ്കിൽ ബാഗ്സ് അല്ലെങ്കിൽ ബോക്സ്, അങ്ങനെയൊക്കെയാണല്ലോ പറയുക. അത് എന്തിനെ ആശ്രയിച്ചിരിക്കുന്നത്? സപ്ലൈ ഓഫ് കമോഡിറ്റി ഈസ് ഓൾവേസ് വിത്ത് റെഫറൻസ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ്. ആ ക്വാണ്ടിറ്റി 10 എണ്ണം ആണെങ്കിൽ 10 എണ്ണം അത് എത്ര വിലയ്ക്ക് വിറ്റു എന്നുള്ളതിനനുസരിച്ച് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. സോ പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഫോർ എക്സാമ്പിൾ, ടു സേ ദാറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ബ്ലാങ്കറ്റ്, പുതപ്പ് വിൽക്കുന്ന ഉൽപാദകര്, കമ്പിളി പുതപ്പ് വിൽക്കുന്ന ഉൽപാദകര് ആർ സപ്ലൈയിങ് 1000 ബ്ലാങ്കറ്റ്സ്, 1000 ബ്ലാങ്കറ്റ് സപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞിരിക്കട്ടെ. ഇറ്റ് ഡസ് നോട്ട് ക്യാരി എനി എക്കണോമിക് മീനിങ്. അതിന് പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക അർത്ഥം നമുക്ക് പറയാൻ സാധിക്കില്ല. 1000 പുതുപ്പ് വിറ്റു എന്ന് പറയുന്നത് എന്താണ് മീനിങ്? വ്യക്തതയില്ലാത്തൊരാശയമാണത് അല്ലേ? കാരണം ആ 1000 പുതുപ്പ് എത്ര രൂപ വിലയുള്ളപ്പോഴാണ് 1000 എണ്ണം വിറ്റതെന്നോ, എത്ര നാളത്തെ വിൽപ്പനയാണെന്നോ, ഒരാഴ്ചത്തെ വിൽപ്പനയാണോ അല്ലെങ്കിൽ ഒരു വർഷത്തെ വിൽപ്പനയാണോ ഈ 1000 എന്നത് വ്യക്തമല്ല. അപ്പൊ വ്യക്തത വരണമെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് അവർ ആ 1000 എണ്ണം വിറ്റത് എന്ന് കൂടി പറഞ്ഞാൽ ഒരു എക്കണോമിക് മീനിങ് അതിന് അപ്പോഴാണ് വരുന്നത്. സോ അറ്റ് ദ സെയിം ടൈം ഇഫ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ്, അതിന് പകരം ഇങ്ങനെയാണ് പറയുന്നതെങ്കിലോ, ഇങ്ങനെയാണ് സ്റ്റേറ്റ് ചെയ്യുന്നതെങ്കിലോ, ഇഫ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ദാറ്റ് പ്രൊഡ്യൂസേഴ്സ് സപ്ലൈ 1000 blankets at a price of 500 per blanket, ഒരു ബ്ലാങ്കറ്റിന് 500 രൂപയ്ക്ക് എന്ന രീതിയിൽ 1000 ബ്ലാങ്കറ്റ് വിറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിധ മീനിങ് ആയി. പൂർണ്ണമായി മീനിങ് ആവണമെങ്കിൽ സമയത്ത് എത്ര കാലത്തിനിടയിലെന്നും കൂടി പറയണം. സോ സപ്ലൈ വിൽ സ്റ്റാർട്ട് കൺവേയിങ് എക്കണോമിക് മീനിങ്. അപ്പോഴേക്കും അതിൻ്റെ എക്കണോമിക് മീനിങ് കൺവേ ചെയ്ത് തുടങ്ങും സപ്ലൈ. ഇനി രണ്ടാമത്തേത്, സപ്ലൈ ഈസ് ഓൾവേസ് മെഷേർഡ് ആസ് എ ഫ്ലോ. സപ്ലൈ എപ്പോഴും ഒരു ഫ്ലോ ആയിട്ടാണ് അളക്കുന്നത്. അതായത് ഒരു കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി മാത്രമേ
ഫ്ലോ അളവുകൾക്ക് പറയാൻ സാധിക്കുള്ളൂ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സ്റ്റോക്ക് ഒരു പോയിന്റ് ഓഫ് ടൈമുമായിട്ട് കണക്ട് ചെയ്ത് പറയാമെങ്കിൽ ഫ്ലോ എപ്പോഴും എന്താണ് ഒരു പീരീഡ് ഓഫ് ടൈമുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുള്ളൂ, ഒരു കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുള്ളൂ. അതായത് എക്സ്പ്രസ്ഡ് വിത്ത് റെഫറൻസ് ടു എ യൂണിറ്റ് ഓഫ് ടൈം ഓർ പീരീഡ് ഓഫ് ടൈം. യൂണിറ്റ് ഓഫ് ടൈം അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം, അതുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. വിച്ച് മേ ബി എ ഡേ. ആ പീരീഡ് ഓഫ് ടൈം വേണമെങ്കിൽ ഒരു ദിവസമാകാം, അല്ലെങ്കിൽ ഒരാഴ്ചയാകാം, ഒരു ഫോർട്ട്നൈറ്റ് ആവാം, രണ്ടാഴ്ച സമയത്തിന് ഫോർട്ട്നൈറ്റ് എന്ന് പറയും. എ മന്ത് അല്ലെങ്കിൽ ഒരു മാസമാകാം, ഓർ എ ഇയർ ഓർ എനി അതർ പീരീഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പീരീഡ് ഓഫ് ടൈം ആവാം. 3 മാസം കൂടുന്ന അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ, അല്ലെങ്കിൽ 6 മാസം കൂടുന്ന ഒരു ഹാഫ് ഇയർ, അങ്ങനെ പല രീതിയിൽ നമുക്ക് പീരീഡ് ഓഫ് ടൈം പറയാം. എന്തുവാട്ടെ ആ പീരീഡ് ഓഫ് ടൈമുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാലാണ് ഈ കാലഘട്ടത്തിൽ 500 രൂപയ്ക്ക് ഒരു പുതപ്പ് എന്ന കണക്കിന് ഇത്ര പുതപ്പ് വിറ്റു എന്ന് പറയുമ്പോൾ ഓക്കെ, അപ്പൊ അതിൽ സപ്ലൈയുടെ മീനിങ് കംപ്ലീറ്റ് ആയി. അല്ലാണ്ട് വെറുതെ ഒരു 1000 പുതപ്പ് വിറ്റു എന്ന് പറയുന്നതിനകത്ത് മീനിങ് പൂർണ്ണമല്ല. സോ ബട്ട് വി ഷുഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ് ദ ടേം സപ്ലൈ വിത്ത് സ്റ്റോക്ക് ഓഫ് കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ സ്റ്റോക്ക് ആണ് സപ്ലൈ എന്ന് വിചാരിക്കരുത് കേട്ടോ. എന്താണ് സപ്ലൈ എന്നതൊരു ഫ്ലോ ആണ്, അത് പറഞ്ഞു. അത് ഇനി വേറൊരു കാര്യം പറയാം. ചിലപ്പോൾ നമ്മുടെ ഗോഡൌണിൽ ആകമാനം നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വിൽക്കാൻ വേണ്ടി ഭാവിയിൽ എപ്പോഴെങ്കിലൊക്കെ സമയം പോലെ വിലയൊക്കെ നല്ല വിലയൊക്കെ കിട്ടുവാണെങ്കിൽ വിൽക്കാം എന്ന് വിചാരിച്ച് തൽക്കാലം ഗോഡൌണിൽ നമ്മൾ പൂട്ടി വെച്ചിരിക്കുന്ന ആകെ ഉൽപാദന വസ്തുവിന്റെ അളവ്, അതിനാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് മുഴുവനും കൂടി ഒറ്റയടിക്ക് മാർക്കറ്റിൽ കൊണ്ടേ വെക്കില്ല. മാർക്കറ്റില് നല്ല വിലയൊക്കെ കിട്ടണമെങ്കിൽ ആ സ്റ്റോക്കിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി പതിയെ കൊണ്ടുപോയിട്ട് വിറ്റ് മാർക്കറ്റിൽ വിൽക്കും. അപ്പൊ മാർക്കറ്റിൽ തൽക്കാലം വിൽക്കാൻ കച്ചവടക്കാരൻ ഓഫർ ചെയ്യുന്ന സാധനത്തിന്റെ അളവിനെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. ചിലപ്പോൾ വില പിന്നെയും ഉയരുകയാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി ഗോഡൌണിൽ നിന്ന് പിന്നെയും എടുത്തുകൊണ്ടുവന്ന് മാർക്കറ്റിൽ വിൽക്കും. വില തീരെ കുറയുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, മാർക്കറ്റിലേക്ക് അധികം ക്വാണ്ടിറ്റി വിൽക്കാൻ കൊണ്ടുപോകില്ല. കാരണം കുറഞ്ഞ വിലയ്ക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ വിറ്റ് നഷ്ടം വരുത്താൻ കച്ചവടക്കാരൻ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെ കാരണം. അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റോക്ക് അല്ല. ഗോഡൌണിൽ ഇരിക്കുന്ന മൊത്തം ചരക്കിന്റെ സ്റ്റോക്കിന്റെ സപ്ലൈ എന്ന് പറയില്ല. ആ മൊത്തം ചരക്കിൽ നിന്ന് എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ തൽക്കാലം ഇയാൾ കൊണ്ടുപോകുന്നത്, അതിന്റെ അളവാണ് സപ്ലൈ. സ്റ്റോക്ക് ഓഫ് എ കോമോഡിറ്റി എന്ന് പറഞ്ഞാലോ റെഫേഴ്സ് ടു ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കോമോഡിറ്റി അവൈലബിൾ വിത്ത് ദ സെല്ലർ ഇൻ ദ സെല്ലർ. സെല്ലറുടെ കൈവശമുള്ള ആകെ ഉൽപ്പന്നത്തിന്റെ അളവാണ്. അത് മുഴുവൻ അയാൾ വിൽക്കുമോ മാർക്കറ്റിൽ? ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. സെല്ലർ അതിൽ നിന്നാണ് ഒരു ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നത്, അദ്ദേഹം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നത് എന്നർത്ഥം. ഇനി on the other hand, supply is the part of stock that the seller is ready to sell at a given price and time. ഒരു given പ്രൈസിലും ഒരു given ടൈമിലും എത്രത്തോളം മാർക്കറ്റിൽ കൊണ്ടുപോയി സ്റ്റോക്കിൽ നിന്ന് കൊണ്ടുപോയി വിൽക്കാൻ അയാൾ തയ്യാറാകുന്നു, അതാണ് സപ്ലൈ. നമുക്കൊന്ന് സപ്ലൈയും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ റെഫേഴ്സ് ടു ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ദാറ്റ് ദ സെല്ലർ ഈസ് വില്ലിംഗ് ടു ബ്രിങ് ഇൻ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് സപ്ലൈ. ആൻഡ് ഓഫർ ഫോർ സെയിൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് ആൻഡ് ടൈം. ഒരു പർട്ടിക്കുലർ പ്രൈസിനും ഒരു പർട്ടിക്കുലർ ടൈമിനും മാർക്കറ്റിൽ സെയിലിന് ഓഫർ ചെയ്യുന്നതാണ് സപ്ലൈ. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ഈസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി ദാറ്റ് ക്യാൻ ബി ബ്രോട്ട് ഇൻ ടു ദ മാർക്കറ്റ്. മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി ആണ് സ്റ്റോക്ക് ഫോർ സെയിൽ, വിൽപ്പനയ്ക്ക്. അറ്റ് എ ഷോർട്ട് നോട്ടീസ്, ഒരു ഷോർട്ട് നോട്ടീസ് കൊണ്ട്. എന്താണ്? അതായത് സാധനം മാർക്കറ്റിൽ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണത് പെട്ടെന്ന് ആ സപ്ലൈ ചെയ്യുന്നത് മൊത്തം വിറ്റ് തീർന്നു പോയി എങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഒരു അത്യാവശ്യം ഒരു ഫോൺ കോൾ കൊണ്ട് ഗോഡൌണിലേക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് വീണ്ടും എത്തിച്ചേരാം. അത്യാവശ്യം സാധനം ഷോർട്ടേജ് ഉണ്ട്, കുറച്ച് കൊണ്ടുവന്നെ ഒരു 10 ലോഡും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരെ എന്ന് വിളിച്ച് പറയണതിനെയാണ് ഈ ഷോർട്ട് നോട്ടീസ് കൊണ്ട് വേഗം എത്തിക്കാമെന്ന് പറയുന്നത്. കാരണം അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഗോഡൌണിൽ. മനസ്സിലായോ? അപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസ് കൊണ്ട് വേഗം മാർക്കറ്റിലേക്ക് സെയിലിന് വേണ്ടി വീണ്ടും കൊണ്ടുവരാനായിട്ട് അയാൾക്ക് കഴിയുന്ന, എന്നാൽ തൽക്കാലം മാർക്കറ്റിൽ എത്തിച്ചിട്ടില്ല, എന്നാൽ ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കണേന് എങ്ങനെയുള്ള ആ ക്വാണ്ടിറ്റി, ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എ കൊമോഡിറ്റി ദാറ്റ് ഈസ് ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് ഹിം. അയാളുടെ കയ്യിൽ ഓൾറെഡി പ്രൊഡ്യൂസ്ഡ് വിത്ത് ഹിം, അതാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു പീരീഡ് ഓഫ് ടൈമുമായി ബന്ധപ്പെടുത്തി പറയാനേ സാധിക്കുകയുള്ളൂ. കാരണം അതൊരു ഫ്ലോ ആണ്. സപ്ലൈ ഈസ് റിലേറ്റഡ് ടു എ പീരീഡ് ഓഫ് ടൈം. എന്നാൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്റ്റോക്ക് ഈസ് റിലേറ്റഡ് ടു എ പോയിന്റ് ഓഫ് ടൈം. സ്റ്റോക്ക് പോയിന്റ് ഓഫ് ടൈം വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക, പീരീഡ് അല്ല. സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാം ജനുവരി 1-ാം തീയതിക്കും
അതുപോലെ തന്നെ മാർച്ച് 31 ഇടയിൽ ഉള്ള കാലഘട്ടത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസമാണ്. ഈ 3 മാസ കാലയളവിനുള്ളിൽ ഇത്ര ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ പറയാൻ സാധിക്കും. കാരണം നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടല്ല വിറ്റുപോകുന്നത്, പല സമയത്തായിട്ടാണ് വിറ്റുപോകുന്നത്. ഈ 3 മാസ കാലയളവിനിടയിൽ ആകെ നമുക്ക് 800 പുതപ്പ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട്, അത് സപ്ലൈ ആണ്. എന്നാൽ സ്റ്റോക്ക് അങ്ങനെയാണോ? അല്ല. സ്റ്റോക്ക് ജനുവരി 1-ാം തീയതി 2000 പുതപ്പിന്റെ സ്റ്റോക്ക് ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജനുവരി ആ ഡേറ്റിലാണ്. ആ ഡേറ്റ് എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈമാണ്. ഒരു പോയിന്റ് ഓഫ് ടൈം എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ടൈമാണ്. ഇത്ര കാലത്തിന് ഇടക്കെന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് ഫ്ലോയിലാണ്. അപ്പോൾ സപ്ലൈ പറയുന്നത് ഇത്ര കാലത്തിന് ജനുവരി 1-ാം തീയതിക്ക് മാർച്ച് 31 ഇടയ്ക്കുന്ന അത് ഫ്ലോ ആണ്. പക്ഷെ സ്റ്റോക്ക് പറയുന്നത് അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ ഡേറ്റും ടൈമും. ആ ഡേറ്റിൽ ആ ടൈമിൽ ഇത്ര സ്റ്റോക്ക്, ഇത്ര ചാക്ക് അരി ഗോഡൌണിൽ ഇരിപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര പുതപ്പ് 2000 പുതപ്പ് ഗോഡൌണിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പോയിന്റ് ഓഫ് ടൈമാണ്. ആ ഡേറ്റും ടൈമും കറക്റ്റായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയുന്നതാണ് സ്റ്റോക്ക്. ഇനി 3, സപ്ലൈ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ സ്റ്റോക്ക് വിച്ച് ഈസ് ഓഫേർഡ് ഫോർ സെയിൽ ഇൻ ദ മാർക്കറ്റ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്ന ആ സ്റ്റോക്കിന്റെ ഒരു ചെറിയ ഭാഗത്തെ മാത്രമാണ് സപ്ലൈ എന്ന് പറയുള്ളൂ. ഇൻ കേസ് ഓഫ് ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾസ് അല്ലെങ്കിൽ ഡ്യൂറബിൾ ഗുഡ്സ്, ഡ്യൂറബിൾ കമോഡിറ്റീസ്, ചിലപ്പോൾ ഡ്യൂറബിൾ കമോഡിറ്റീസിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് സപ്ലൈ കൺസിസ്റ്റ് ഓൺലി എ പാർട്ട് ഓഫ് ടോട്ടൽ സ്റ്റോക്ക്. അപ്പൊ സപ്ലൈ എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റോക്കിന്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ഓക്കെ, അതായത് കേടാകാത്ത സാധനങ്ങൾ എന്തുകൊണ്ടാണ് മൊത്തം കൊണ്ട് ഒറ്റയടിക്ക് വിൽക്കോ? ഇല്ല. കേടാകാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫർണിച്ചർ കേടാകുമോ? ഇല്ല. അപ്പോൾ അത് അയാൾ ഇപ്പൊ വില കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു, വില കൂടുന്ന കാലത്തേക്ക് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഗോഡൌണിൽ തന്നെ കുറെ നാൾ സൂക്ഷിക്കും. ആണ്. അപ്പൊ അങ്ങനെ കേടാവാനുള്ള സാധനങ്ങളുടെ കാര്യത്തിൽ പെരിഷബിൾ ഗുഡ്സ് ആണ്. അപ്പൊ പെരിഷബിൾ ഗുഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എന്ത് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും സ്റ്റോക്ക് ഓഫ് എ കമ്മോഡിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് വിത്ത് ദ പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറുടെ കയ്യിൽ ആകെ ഉള്ള സാധനമാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ കേസ് ഓഫ് പെരിഷബിൾസ് ദ സ്റ്റോക്ക് ആൻഡ് സപ്ലൈ വുഡ് ബി ദ സെയിം. കേടാവുന്ന സാധനം അങ്ങനെ പൂഴ്ത്തി വെക്കാനൊന്നും പറ്റില്ല ഏറെ നാളത്തേക്ക്, അല്ലേ? കാരണം എന്താണ്? ഗോഡൌണിൽ ഉള്ളത് പരമാവധി വേഗം തന്നെ വിറ്റ് തീർക്കണം. പാല്, മത്സ്യം, പാല്, മത്സ്യം, പഴങ്ങള്, പച്ചക്കറികൾ, ഇതൊക്കെ എന്താണ് കേടാവുന്ന സാധനമാണ്. അത് അധികം പൂഴ്ത്തി വയ്ക്കാൻ പറ്റില്ല. വേഗം എടുത്ത് വിറ്റ് തീർത്തില്ലെങ്കിൽ, അതൊക്കെ ഇരുന്ന് കേടായി പോകും. അതാണ് പറഞ്ഞത്. അപ്പം സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ഇനി സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ മാർക്കറ്റ് പ്രൈസ്. മാർക്കറ്റിൽ വില കൂടുന്നുണ്ടെങ്കിൽ കൂടുതൽ സപ്ലൈ ചെയ്യും. മാർക്കറ്റിൽ വില ഇടിഞ്ഞു പോയാൽ കച്ചവടക്കാരന് കൂടുതൽ സപ്ലൈ ചെയ്യാൻ മനസ്സുണ്ടാവില്ല. അപ്പോൾ പ്രൈസ്, മാർക്കറ്റ് പ്രൈസുമായിട്ട് ബന്ധമുണ്ട് സപ്ലൈക്ക്. സ്റ്റോക്ക് ഡിപ്പെൻഡ്സ് ഓൺ പ്രൊഡക്ഷൻ. സ്റ്റോക്ക് നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ കൂടുതൽ സ്റ്റോക്ക് നമ്മുടെ ഗോഡൌണിലുണ്ടാവും. നമ്മൾ കുറവാണ് പ്രൊഡ്യൂസ് ചെയ്തത് ഈ കൊല്ലം എങ്കിൽ നമ്മുടെ ഗോഡൌണിൽ കുറവ് സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടാവുന്നത്. ചിലപ്പോൾ പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനിയാണെങ്കിൽ, അല്ല വേറെ കമ്പനിക്കാരുടെ നിന്ന് സാധനം മേടിച്ച് മറിച്ച് വിൽക്കുന്ന കമ്പനിയാണെങ്കിൽ അവര് പ്രൊക്യൂർമെന്റിന്റെ ഗുഡ്സ് എത്രത്തോളം ഈ പ്രാവശ്യം മറ്റവരുടെ നിന്ന് പ്രൊക്യൂർ ചെയ്തു, വാങ്ങിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റോക്ക് ഇരിക്കുന്നത്. അപ്പോൾ സ്വന്തമായി പ്രൊഡക്ഷൻ നടത്തുന്നവരാണെങ്കിൽ പ്രൊഡക്ഷൻ കൂടുതൽ നടത്തിയാൽ അവർക്ക് സ്റ്റോക്ക് നല്ലതുണ്ടാവും. അല്ല വേറെ ആൾക്കാരുടെ നിന്ന് വാങ്ങിച്ച് വിൽപ്പന നടത്തുന്ന ആൾക്കാരാണെങ്കിൽ മറ്റവരുടെ നിന്ന് എത്രത്തോളം കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊക്യൂർ ചെയ്താൽ, വാങ്ങിച്ചാൽ എന്ത് ചെയ്യുന്നു, തീർച്ചയായിട്ടും അവർക്ക് ഗോഡൌണിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് സപ്ലൈയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ നോക്കുന്നത്. സപ്ലൈ എന്തിനാണ്? മാർക്കറ്റ് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് പ്രൊഡക്ഷനെയോ അല്ലെങ്കിൽ പ്രൊക്യൂർമെന്റിനെയോ ആശ്രയിച്ചിരിക്കും. ഇതാണ് നമ്മുടെ ഈ ചോദ്യം. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ വേരിയസ് ഡിറ്റർമിനൻസ് ഓഫ് എ സപ്ലൈ ഓഫ് എ കമോഡിറ്റി എക്സ്പ്ലെയിൻ എന്നുള്ളതാണ്. സപ്ലൈയെ നിശ്ചയിക്കുന്ന, ഒരു കമോഡിറ്റിയുടെ സപ്ലൈനെ നിശ്ചയിക്കുന്ന പല ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ്? പ്രൈസ് ഓഫ് ദ കമോഡിറ്റി. നമ്മൾ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ആ ഉൽപ്പന്നത്തിന്റെ പ്രൈസ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വേറൊന്ന് ഇൻപുട്ട് പ്രൈസ്, അതായത് ആ സാധനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന ശേഷി, ലേബർ, പണിക്കാരുടെ തൊഴിൽക്കൂലി വളരെ കുറവാണെങ്കിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പണിക്കാരുടെ തൊഴിൽക്കൂലി വലിയ കൂടുതലാണെങ്കിൽ നമ്മൾ ഒരുപാട് തൊഴിലാളികളിൽ നിന്നും അപ്പോയിന്റ് ചെയ്ത് പ്രൊഡക്ഷൻ നടത്തില്ല. തൊഴിലാളികളുടെ കൂലി മാത്രമാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അല്ല, പ്രൊഡക്ഷൻ ആവശ്യമായ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് റോ മെറ്റീരിയല്, മെഷീനറി, അങ്ങനെയുള്ള എല്ലാം, അതിനൊക്കെ പ്രൈസ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ സപ്ലൈ കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ദ റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കോംപ്ലിമെന്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ടും ആണ് റിലേറ്റഡ് ഗുഡ്സ്. അപ്പോൾ കോംപ്ലിമെന്ററി ഗുഡ്സിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ടിന്റെയും പ്രൈസസും പ്രധാനമാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഗോതമ്പിന്റെ വില വല്ലാണ്ട് കൂടുവാണ്. നെല്ല് ഇത്ര നാളും ഉൽപ്പാദിപ്പിച്ച് വിറ്റുകൊണ്ടിരുന്ന ആൾ വിചാരിക്കണം, ഈശ്വര ഇനിയിപ്പോൾ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നല്ലത് എന്ന് വിചാരിച്ച് അയാൾ അടുത്ത പ്രാവശ്യം കൃഷി ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും
ഗോതമ്പാണ് പാടത്ത് കൃഷി ഇറക്കുക, നെല്ല് വേണ്ടാന്ന് വെക്കുക. അപ്പോൾ നെല്ല് കുറവ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇനി ഈ കൊല്ലം ഇനി അങ്ങോട്ടുള്ള കൊല്ലത്തിൽ നെല്ലിൻ്റെ കച്ചവടം കുറവായിരിക്കും, സപ്ലൈ കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ എതിർ വസ്തുവിന് വില ഭയങ്കരമായിട്ട് കൂടി. ഇതിൻ്റെ വില കൂടിയില്ല എങ്കിൽ കൂടി അതാ സംഭവം. സോ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജി മാറിയാലും അതും സപ്ലൈയെ കൂടുതൽ സ്വാധീനിക്കും. ഇനി അതുപോലെ തന്നെ ഗോൾസ് ഓഫ് ദ പ്രൊഡ്യൂസർ, ഉൽപാദകന്റെ ലക്ഷ്യങ്ങളും പിന്നെ മറ്റു ചില ഫാക്ടേഴ്സും കൂടെ സപ്ലൈയെ സ്വാധീനിക്കും.